നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ ആ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പൊതുവെ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവയിൽ നിന്നും അബദ്ധങ്ങളുണ്ടായിത്തീരുവാനുള്ള യോഗമുണ്ട്. പല ദിവസങ്ങളിലും കൂടുതൽ സമയം അഥവാ രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥനും അവധിരഹിതനായതിനാൽ ദൂരയാത്രയും തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് സമ്മർദ്ദവും വേണ്ടിവരുവാനുള്ള യോഗമുണ്ട്. ദാമ്പത്യ വിഷയത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതാണ്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. ഒരു പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അബദ്ധമായി തീരുവാനുള്ള യോഗമുള്ളതിനാൽ ഈശ്വര പ്രാർത്ഥനകളും ആത്മസംയമനവും നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല, അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. ബന്ധുമിത്രാദികൾ വന്നു ചേരുമെങ്കിലും പല വിധത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ അന്വേഷിച്ചറിയുവാനുള്ള അവസരം വളരെ കുറവായിരിക്കും. തന്മൂലം ഒരു പക്ഷേ ബന്ധുക്കൾ വന്നു ചേരുന്നതിൽ നിന്നും വിമുഖത പ്രകടിപ്പിക്കുവാനുള്ള അവസരവും കൂടി ഉണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലെ അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കുവാൻ ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പൂർവികമായിട്ടുള്ള സ്വത്ത് വിൽക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ട് വേണ്ടപ്പെട്ടവരുടെ സഹായം തേടും. എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ എല്ലാ വിധത്തിലുള്ള ഈ അനിഷ്ടാവസ്ഥകളെയും പരിഹരിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാര, വിപണന, വിതരണ മേഖലകളിലുള്ള അമാന്ദ്യമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷങ്ങളെല്ലാം ഒഴിഞ്ഞുമാറി അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ പിതാവിന് അസുഖം വർദ്ധിക്കുവാനും 1-2 ദിവസം അവധിയെടുത്ത് ആശുപത്രിവാസം വേണ്ടി വരുവാനും യോഗമുണ്ട്. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. നിയതമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. അങ്ങനെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെ ക്ലേശമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷങ്ങളെ അഭിമുഖീകരിക്കുകയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരുവാനും രണ്ടാമത്തെ പകുതിയിൽ എല്ലാ വിധത്തിലുള്ള ശുഭമായിട്ടുള്ള കാര്യങ്ങളും വന്നു ചേരുവാനും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.